മകയിര നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകയിര നക്ഷത്രത്തിന് നല്ല കാലഘട്ടമാണ്. പ്രണയം നശിക്കുന്ന കാലം, പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരു കാലമാണ് ഈ മകയിര നക്ഷത്രത്തിന്. നമസ്കാരം. നമ്മുടെ ദയനീയമായ ഒരു വാർത്തയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. മക്കളുടെ മുമ്പിലിട്ട് അമ്മയെ കഴുത്തറുത്ത് കൊന്ന ഒരു ഭർത്താവിൻ്റെ. യഥാർത്ഥത്തിൽ ഞാനതിൻ്റെ ആ വാർത്ത കേട്ടപ്പോൾ നമ്മൾ സാധാരണ തോന്നുന്നത് സംശയാലുവായ ഒരു ഭർത്താവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള വാർത്തകൾ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെ ചില യഥാർത്ഥ ചിത്രങ്ങളിലേക്ക്, ആ നിഗൂഢതകളിലേക്ക് നമ്മൾ ആഴത്തിൽ കടന്നു ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ട് തരത്തിലുള്ള വാർത്തകളാണ്. ആ പെൺകുട്ടിയുടെ മൂത്ത മകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു. അവർ അതിയായി ആ അച്ഛനെ സ്നേഹിക്കുന്ന മക്കളെയാണ് നമ്മൾ കാണുന്നത്. വളരെ വിചിത്രമാണത് അല്ലേ? ഒരു അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആ കഴുത്തറുത്ത് കൊല്ലപ്പെടുന്ന വ്യക്തിയേക്കാൾ കൊലപ്പെടുത്തുന്ന ആളിനോടൊപ്പം നിൽക്കുന്ന കുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ല. അവർ വളരെ നിഷ്പക്ഷമായിട്ട് ഒരു മുതിർന്ന കുട്ടിയെപ്പോലെ ആ കുട്ടി സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു. അമ്മയുടെ ഒരു ആൺ സുഹൃത്താണ് ഇതിന് കാരണം. അമ്മയുടെ ആൺ സുഹൃത്താണ് കാരണം. എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിരുന്നു, അമ്മയില്ലാതെ എൻ്റെ അച്ഛന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ മക്കളെ അപ്പോൾ ആ മനുഷ്യൻ എന്തൊരു നല്ല ഉത്തമ പുരുഷനായിരുന്നു. പല പല വ്യാഖ്യാനങ്ങളുണ്ടാകാം. നമുക്കിപ്പോൾ വാർത്തയുടെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്നിലെ എഴുതുന്ന ആളിൻ്റെ ചിന്തയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഇന്നലെ ഉറക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ യാത്രയായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ എൻ്റെ ഡോക്ടർ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിലായതുകൊണ്ട് തന്നെ ദൂരം ട്രെയിനിലായിരുന്നു യാത്ര. ഇപ്പം ഞാനും ടീച്ചറുമായിട്ട് അവിടെ എല്ലാ മാസവും പോകണം. 35 വർഷം പ്രമേഹമുള്ള ആളാണ്. ഇപ്പം ഞാനെല്ലാം ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കലശലായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ശരീരം നശിച്ചു പോകുന്നതാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. നശിച്ചു പോകുന്ന ശരീരത്തിനെ പിടിച്ചു നിർത്താനൊന്നും നമുക്ക് പറയില്ല. ഒരു ബലൂൺ ആണെങ്കിൽ പോലും നമ്മൾ ഊതി വീർപ്പിച്ചാൽ അത് ഊതി വീർത്ത് വന്ന് അതങ്ങ് പൊട്ടിപ്പോവും. അതുപോലെയാണ് മനുഷ്യൻ്റെ കാര്യവും. കാറ്റ് നിറച്ചാൽ കുറച്ച് നേരം നിൽക്കും. മനുഷ്യൻ്റെ കാര്യവും അത്രയേ ഉള്ളൂ. യാത്രക്കിടയിലാണ് ഈ വാർത്ത കേട്ടത്. ടീച്ചർ ഇത്തരം വാർത്തകളൊക്കെ കേൾക്കും, അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടീച്ചർ ആ ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ വാർത്ത ചെയ്തിരുന്നല്ലോ. സംശയാലുവായ ഒരു ഭർത്താവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പതിവ്രതയായ ഒരു ഭാര്യയെ കൊലപ്പെടുത്തുന്ന സംശയാലുവായ ഒരു ഭർത്താവ് നമ്മുടെ കഥകളിലൊക്കെ ഉണ്ടാവാം. നമ്മുടെ ഒരുപാട് സിനിമകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാം. ഒരുപാട് സിനിമകളുണ്ടല്ലോ. തളത്തിൽ ദിനേശനൊക്കെ അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ശ്രീനിവാസൻ്റെ. സംശയാലുവായ അതൊരു മനോരോഗമാണ്. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നതെന്നാണ് ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ മനസ്സിൽ അമ്മയ്ക്കുണ്ടാകുന്ന ആൺ സുഹൃത്ത്, ആ ആൺ സുഹൃത്തിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം ആ സുഹൃത്താണ് ഇതിനെല്ലാം കാരണം. അപ്പോൾ അതിനു മുമ്പ് അവർ കുറേ ദിവസം എവിടോട്ടൊക്കെ മാറിപ്പോയിരുന്നു. പിന്നെയും തിരിച്ചു വന്നതാണ്. അമ്മയില്ലാതെ അച്ഛനെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കുഞ്ഞ് പറയുമ്പോൾ, ഒരു പെൺകുട്ടി പറയുമ്പോൾ, എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനകത്ത് തന്നെ ഒരു സ്നേഹവാത്സല്യം ഭയങ്കരമായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. സൗഹൃദങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല സൗഹൃദങ്ങളുണ്ടാകാം, ആഴത്തിലുള്ള സൗഹൃദങ്ങളുണ്ടാകാം. സൗഹൃദങ്ങൾ നിലനിർത്താം. കാലം തെളിയിക്കുന്ന ചില സൗഹൃദങ്ങളുണ്ട്, കാലം മായ്ച്ചു കളയുന്ന സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന നല്ലത് തന്നെയാണ്. മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, സ്വകാര്യതകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഇല്ലാതായി പോകുന്ന സൗഹൃദങ്ങൾ, വിധി കൊണ്ടില്ലാതായി പോകുന്ന സൗഹൃദങ്ങൾ, ഇതെല്ലാം തന്നെ ജീവിതത്തിലുള്ളത് തന്നെയാണ്. നമ്മളാരും അത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. എനിക്കതിൻ്റെ ഒരു ദൃശ്യം, ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, അത് അത്രയും ആഴത്തിൽ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു. പ്രണയിച്ച് കല്യാണം കഴിച്ച് 3-4 കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അവർ ഏറ്റവും നല്ല ഭർത്താവായിട്ടും ഏറ്റവും നല്ല അച്ഛനായിട്ടും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് അദ്ദേഹമില്ലാതെ ആൺ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. ആ ആൺ സൗഹൃദമായിട്ട് അച്ഛനില്ലാതെ മറ്റൊരു ആൺ സൗഹൃദമുള്ള വ്യക്തിയുമായിട്ട് അമ്മ എപ്പോഴും സംസാരിക്കുന്നു എന്ന് ആ കുട്ടി പറയുന്നു. അമ്മ ഇത് തെറ്റാണ്, അച്ഛനോട് ചെയ്യുന്ന നീതികേടാണെന്ന് ആ ചെറിയ കുട്ടി പറയുന്നു. എന്നിട്ടും ആ മറ്റേ പുരുഷനോടുള്ള അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു തകരാറാവാനാണ് സാധ്യത. നമുക്കതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നിന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഒരാൾ അത്രയും ആഴത്തിൽ സ്നേഹിച്ച ഒരു മനുഷ്യൻ
ഈ പെൺകുട്ടിയെ, ഈ ഭാര്യയെ, ഈ 4 കുട്ടികളുടെ അമ്മയായ, 4ആണെന്ന് തോന്നുന്നു, കുട്ടികളുടെ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ പകയാണോ, അതോ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, എൻ്റെ അമ്മയില്ലാതെ എൻ്റെ അച്ഛന് ജീവിക്കാൻ കഴിയില്ല എന്ന് കുട്ടി പറയുമ്പോൾ കഴുത്തറുക്കുമ്പോഴുണ്ടാകുന്ന അയാളുടെ മാനസികാവസ്ഥ, അദ്ദേഹം കരയുമായിരിക്കും എന്നാണ് എനിക്ക്, എൻ്റെ കഥാപാത്രമാണെങ്കിൽ ആ കരഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം ആ കഴുത്തറുക്കുക ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ അല്ലേ. ഒരിക്കലും ഒരു പകയോടുകൂടി അത് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ജീവനോടെ ചേർത്ത് പിടിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എൻ്റെ രക്തത്തിൽ ജനിച്ച 4 കുട്ടികളുടെ മാതാവായ ആ സ്ത്രീ പരപുരുഷ ബന്ധമുണ്ടാകുമ്പോൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുമ്പോൾ തീർച്ചയായും അയാൾ കരഞ്ഞിരിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ തോന്നലാണ്. ഞാൻ എഴുതുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു പകയോടുകൂടി നിഷ്കരണം വെട്ടിക്കൊല്ലാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം പൈപ്പിൽ പോയി ആ കത്തി കഴുകി എന്നാണ് പറയുന്നത്. ആ മാനസികാവശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നു, മൊബൈൽ കൊണ്ടുപോയി വിൽക്കുന്നു, കാർ ഒരിടത്ത് ഇടുന്നു, ട്രെയിനിൻ്റെ മുമ്പിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ വേണമെങ്കിൽ ആ ഉറ്റമ്മ സുഹൃത്തിൻ്റെ കൂടെ അയാളെ വിടാം, അവർക്ക് അങ്ങനെ വിട്ട നിരവധി പേരില്ലേ അല്ലേ. ഇട്ടുകൊടുത്തിട്ട് കുട്ടികളെയും ഭാര്യയൊക്കെ വിട്ടുകൊടുത്തിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാം, എന്ത് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ പോയി ജീവിക്കാം, പോയി ജീവിച്ചോളൂ, അവിടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലേ. വെട്ടിക്കൊല്ലുന്നവരുണ്ട് അല്ലേ. എന്നിട്ട് അല്ലെങ്കിൽ സ്വയം നശിച്ചു പോകുന്നവരുണ്ട്. മദ്യപിച്ചും അത് സഹിക്കാൻ പറ്റാത്ത ആ തകർന്നുപോയ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ കടന്നുപോയി മദ്യപിച്ചും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും നശിച്ച് റോഡിൽ കിടന്ന് മരിച്ചവരും ഒക്കെ ഉണ്ടില്ലേ. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഞാനെപ്പോഴും പറയും, പൂജ്യത്തിൽ അവസാനിക്കുന്നതെല്ലാം പൂജ്യമായി അവസാനിക്കും. ധനം, കാമം, ക്രോധം, മോഹം, ജീവിതം ഇതെല്ലാം പൂജ്യമാണ് അല്ലേ. ഭൂമി ഗോളമാണ്, സൂര്യൻ ഗോളമാണ്, ചന്ദ്രൻ ഗോളമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം പൂജ്യമാണെന്നാണ് പ്രപഞ്ചം നമുക്ക് കാണിച്ചു തരുന്നതും ഇത്തരത്തിലുള്ള വാക്കുകളും ഇല്ലേ. കാമ, ക്രോധ, മോഹം, കാമം, ക്രോധം, മോഹം, ജീവിതം, ധനം ഇതെല്ലാം തന്നെ പൂജ്യമാണ്. ഇതെല്ലാം പൂജ്യമാണെന്ന് ഈ വാക്കുകൾ തന്നെ ഉണ്ട്. അത് മലയാളത്തിലാണ് ഇത്രയും വസ്തുനിഷ്ഠമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മനസ്സിനെ നമുക്ക് വളരെ ആഘാതമുണ്ടാക്കിയത്. 2 പേരും പോയില്ലേ, ആ കുട്ടികൾ അനാഥമായി പോയില്ലേ. കുട്ടികളുടെ മുമ്പിലിട്ട് അദ്ദേഹം അത് കഴുത്തറുത്തത്, അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനെ പോലും ഇതാണ് ശരി എന്ന കുഞ്ഞുങ്ങൾ പറയുന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഓരോ അവസ്ഥ. അതേസമയം കഴിഞ്ഞ ആഴ്ച മറ്റേ ആഷ്കർ കണ്ടില്ലേ, ആ കുട്ടിയെ തീ വെച്ച് പൊള്ളിക്കുന്നു അല്ലേ. തീ വെച്ച് പൊള്ളിക്കുന്നു, കൈ വാരിയല്ലിൽ ചവിട്ടി ഓടിക്കുന്നു, കൈ 2 പ്ലാസ്റ്റർ ഇടുന്നു. മറ്റൊരു മാനസിക രോഗമാണ്. ഇവിടെ മാനസിക രോഗം ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിനല്ല, ഈ കൊലപ്പെടുത്തിയ ഭർത്താവിനല്ല, കൊല്ലപ്പെട്ടു പോയ ആ സ്ത്രീക്കുണ്ടാകുന്ന അതിരുകഴിഞ്ഞ എന്തെങ്കിലും അതും ഒരു മനോരോഗത്തിൻ്റെ അടിമയാണ്. ഉള്ള സൗഹൃദങ്ങൾക്കാൾ കൂടുതൽ സൗഹൃദത്തിൻ്റെ ശക്തി. എന്നാൽ ആ സൗഹൃദം ഉണ്ടാക്കുന്ന ആളെങ്കിലും ഒരു പരിധിവരെ മനസ്സിലാക്കണം, ഞാൻ പോകുന്ന വഴി തെറ്റാണ്. ആ വഴി മറ്റ് 2 പേർക്കും ജീവിതമുണ്ട്, അവർക്കൊരു ജീവിതമുള്ളതാണ്, മറ്റേയാൾക്കും ജീവിതമുള്ളതാണ്, തനിക്കും ഒരു ജീവിതമുള്ളതാണ്. അപ്പോൾ അത് എവിടം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ളതുണ്ടല്ലോ. അവസാനിപ്പിച്ചില്ലെങ്കിൽ പോലും നല്ല സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുമ്പിലോട്ട് പോകുന്നതല്ലേ നല്ല സൗഹൃദങ്ങളായിട്ട്. കാരണം മനുഷ്യൻ എപ്പോഴാണ് ഇല്ലാതാകുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലെ നമുക്കറിയാവുന്നത് ഇതറിയാതെ പോകുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. മനസ്സിനെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമായി പോയി. വേദനിപ്പിക്കുകയല്ല, നമ്മുടെ മനസ്സിനെ ഉലച്ചു കളഞ്ഞു. ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നു, ഒരു കുട്ടിയാണ്, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികൾ. ആ പെൺകുട്ടിക്ക് എന്താണ് ഈ മനുഷ്യൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങി വന്ന് അന്തസ്സായിട്ട് അയാളോട് ജീവിക്കാം. പോരായ്മകളൊക്കെ ഉണ്ടാകും, ശാരീരികമായ പോരായ്മകളൊക്കെ എല്ലാ ദാമ്പത്യത്തിലുമൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ദാമ്പത്യത്തിൽ പോരായ്മ ഉള്ളവരൊക്കെ ഇറങ്ങിപ്പോയാലുണ്ടാകുന്ന അവസ്ഥ ജീവിതത്തിൻ്റെ അവസാനം വരുന്ന കാലഘട്ടത്തിൽ അല്ലേ. ആ ഊർജം നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, എല്ലാ ഊർജങ്ങളും നശിക്കുന്ന ഒരു കാലഘട്ടം, യൗവനാവസ്ഥ നശിക്കുന്ന ഒരു കാലഘട്ടം, സ്വപ്നങ്ങളില്ലാതിരിക്കുന്ന വാർദ്ധക്യത്തിൻ്റെ ജരാനരകൾ ബാധിച്ച മരണത്തിൻ്റെ അവസ്ഥകളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം, തൻ്റെ കടമകളും കടപ്പാടുകളുമൊക്കെ വിസ്മരിച്ചു പോകുന്ന, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന, ഒരു ഓർമ്മകളിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്, നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലുള്ളതാണ്. നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നമ്മളെപ്പോഴും നമ്മുടെ മറ്റൊരു ലോകത്തിലൂടെ സഞ്ചരിക്കുക. ഞാനിപ്പോൾ പറയുകയാണ്, 5 വർഷം ഭരിച്ചു കഴിയുന്ന 5 വർഷം ഭരിക്കാമെന്നുള്ള ഒരു ഗവൺമെൻറ്റിലെ മന്ത്രിമാരുടെ കോൺഫിഡൻസ്, MLA മാരുടെ കോൺഫിഡൻസ്, 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ്, ഇതെല്ലാം മനസ്സിൻ്റെ ഒരു ഉറപ്പാണ്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് യാതൊരുവിധ
ഉറപ്പുമില്ലാത്തതാണ് ഈ ജീവിതത്തിലെ മരണമെന്ന് പറയുന്ന അതിഥി. അത് അവസാനം വരുന്നൊരു അതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അത് ഏത് നിമിഷവും നമുക്ക് സംഭവിക്കാൻ ഭഗവാൻ നിശ്ചയിക്കുന്ന ഒരു സമയമുണ്ട്. ഈ ടീച്ചറിൻ്റെ അമ്മ, കല ടീച്ചറിൻ്റെ അമ്മ മരിച്ചത് 100 വയസ്സ് കഴിഞ്ഞ് 101 വയസ്സിലെങ്ങാണ്ടാണ്. അപ്പോൾ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കാഴ്ചയില്ല, 10-15 വർഷമായിട്ട് കാഴ്ചയില്ല. അപ്പോൾ എനിക്ക് കാഴ്ച കൊടുക്കണമെന്ന് തോന്നി. ഞാൻ ഈ അമ്മയും കൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ കാന്തല്ലൂർ ആശ്രമത്തിലൊരു ഭദ്രകാളിയുണ്ട്, ഭയങ്കര ശക്തിയാണ്, അമ്മയ്ക്ക് അവിടം വരെ ഒന്ന് വരാമോ? ഞാൻ അമ്മ ഇത്രയും ദൂരം എങ്ങനെ കൊണ്ടുപോകുമെന്ന് ടീച്ചർ ചോദിച്ചു. ഞാൻ അമ്മയെ ഒരു പെത്തയൊക്കെ വിരിപ്പിച്ചു വണ്ടിക്കകത്ത് ഇവിടുന്ന് കൊണ്ടുപോയി. 3 പ്രാവശ്യം കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞാൻ ഈ കാളിയുടെ മുമ്പിൽ പിന്നെ പ്രാർത്ഥിച്ചു. കണ്ണിന് കാഴ്ച തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനൊരു അന്ധവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ വിശ്വാസത്തിൻ്റെ, എൻ്റെ കാന്തല്ലൂരുള്ള പ്രത്യങ്കരയും വാർത്താളിയും ഭദ്രകാളിയുടെയൊക്കെ എൻ്റെ ഒരു വിശ്വാസമാണ്. ഇപ്പോൾ 21-ാം തീയതി നട തുറക്കും. 20-ാം തീയതി രാത്രി നട തുറന്നു കഴിഞ്ഞാൽ 4 ദിവസം ഈ വർഷത്തിലെ വരുന്ന ഈ ഒരു വർഷത്തിലുള്ള ആദ്യത്തെ 4 ദിവസമാണ്. ജൂൺ മാസത്തിലെ 21-ന് പ്രതിഷ്ഠാ ദിനത്തിന് നട തുറക്കും. ആർക്ക് വേണമെങ്കിലും വരാം, പ്രതിഷ്ഠയിൽ തൊടാം, പറയാം, പാലങ്കൻ പറയാം, ഒരുപാട് പേര് വരും. അതിന് പ്രത്യേകിച്ച് പൂജയും പരിഹാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വന്നു പോവാം, വന്ന് തൊഴുതു പോവാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഞാൻ കാഴ്ച കൊണ്ടുവന്ന് ഞാൻ ഈ അഗർവാൾ ഡോക്ടറെ അടുത്ത്, അഗർവാളിലാണ് കൊണ്ടുവന്നത്. അവിടെ പോയി ഞാൻ ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് ഇത്രയും പ്രായമായി, രണ്ടാമത് കാഴ്ച നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇല്ല ഡോക്ടറെ, കിട്ടും, കാഴ്ച കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാഴ്ച അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇത് ഏത് കളറാണ്? അപ്പോൾ പറഞ്ഞു, ചുമപ്പാണ് സ്വാമി. ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു നിർവൃതിയുണ്ട് അല്ലേ? കാഴ്ചയില്ല, 10-15 വർഷം കാഴ്ചയില്ലാത്ത അന്ധകാരത്തിൽ മനോഹരമായ പ്രകൃതിയിൽ ജീവിച്ച ആ അമ്മയുടെ കണ്ണ് മുഴുവൻ ആ ഇരുട്ട് കയറിപ്പോയി. ആ ഇരുട്ട് കയറി അമ്മ ഒരാൾ വന്ന് വീണ്ടും വിവാഹം വേണ്ടാന്ന് വെച്ച് ജീവിച്ച ഒരാളെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു മൂർത്തിയുടെ മുമ്പിൽ കൊണ്ടുചെല്ലുന്നു. അവിടെ കൊണ്ടുവച്ചിട്ട് അമ്മയ്ക്ക് കാഴ്ച കൊടുക്കണമെന്ന് പറയുന്നു. എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും വിശ്വാസത്തിൻ്റെ അല്ലയോ ഇല്ലെങ്കിൽ അവർ ചെയ്ത പൂർവ്വജന്മ കർമ്മത്തിൻ്റെ സുഹൃതമാണെന്ന് അറിയില്ല. 101-ാമത്തെ വയസ്സിൽ അവർക്ക് വീണ്ടും കാഴ്ച തിരിച്ചു കിട്ടുന്നു. വീണ്ടും അവർ 2-3 വർഷം കൂടി ജീവിക്കുന്നു, കാഴ്ചയോടുകൂടി ജീവിക്കുന്നു, പച്ചക്കറി അരിയുന്നു, മുറ്റം തൂക്കുന്നു, നമ്മളെ കാണുന്നു അല്ലേ? അപ്പോൾ അവർ പറയുന്നൊരു വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം, ദൈവം വിളിക്കാതെ പോകാൻ പറ്റുമോ സ്വാമി എന്നൊരു ചോദ്യമുണ്ട്. ദൈവം വിളിക്കാതെ പോകാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ആ ടീച്ചറിൻ്റെ വീട്ടിൽ ചെറിയ സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ ഞാൻ ഒരു വാടക വീട്ടിലേക്ക് താമസിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ നമുക്കൊരാളുടെ മൃത്യു, ഇപ്പോൾ അപകടത്തിൽ മരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. ദാമ്പത്യം വേർപെട്ട് പോയ ഒരാളുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. അതിനൊക്കെ ഓരോ ലക്ഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ലക്ഷണമുണ്ട്. അതൊരു നിഗൂഢമായിട്ടുള്ള ഒരു ലക്ഷണശാസ്ത്രത്തിലെ നിഗൂഢമായ ചില സത്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയുടെ മുഖത്തിനൊരു മൃത്യു ലക്ഷണം തോന്നി. അങ്ങനെ എനിക്ക് എന്നോട് ഒപ്പം ഉള്ളത് ചോദിച്ചാൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. അവരൊക്കെ എന്നോടൊപ്പം ഇപ്പോഴും ഉള്ളതാണ് ഇത്തരത്തിലുള്ള സത്യങ്ങൾ. ഈ മനുഷ്യനെ വഞ്ചിക്കുന്നവൻ്റെ മുഖം കണ്ടറിയാൻ പറ്റും. അവൻ്റെ പിരിയത്തിനകത്തുള്ള കൂട്ടുപിരിയമായിരിക്കും, പിരികത്തിനകത്തുള്ള ലക്ഷണം അനുസരിച്ച് അവൻ വഞ്ചിക്കപ്പെടുന്നു. അവൻ മനുഷ്യനെ യാതൊരു മൂല്യം അവനോട് മാത്രം സ്നേഹമുള്ള എന്ന് പറഞ്ഞാൽ രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. അവനോട് മാത്രമേ സ്നേഹം മാറ്റുള്ളൂ, മറ്റൊന്നിനോടും അവന് സ്നേഹം കാണത്തില്ല. മക്കളോടോ, ഭാര്യയോടോ, കുടുംബത്തോടോ, അച്ഛനോടോ, അമ്മയോടോ ഒന്നിനോടും സ്നേഹം കാണില്ല. രക്തമില്ലാത്ത മനുഷ്യന്മാർ ഒരുപാടുള്ള കാലഘട്ടമാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും ആ അമ്മ അപ്പം ഞാൻ പറഞ്ഞു, എന്താ ടീച്ചറെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുപോയി. അന്ന് രാത്രി 11 മണി, ഞാൻ പറഞ്ഞു 1 മണിക്ക് അപ്പുറത്തേക്ക് പോവില്ല, 11 മണിയാകുമ്പോൾ അമ്മ പോവും എന്ന് പറഞ്ഞു. ആ ഉറക്കത്തിൽ അമ്മ മരിച്ചു. അതൊരു ശുഭകരമായിട്ടുള്ള മരണമാണ്. കാരണം ഒന്നിനെക്കുറിച്ചും അറിയാതെ ഒരു ഉറക്കത്തിൽ അങ്ങ് മരിച്ചു പോവുക. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. മരണത്തിൽ ഒരു ദിവസം പോലും ഭക്ഷണം കഴിച്ചു, കഞ്ഞി കുടിച്ചു, ഉറങ്ങി, ഉറങ്ങുന്നു, ആ ഉറക്കത്തിൽ പോകുന്നു മരണം. അതാണ് ശാശ്വതമായ മരണം. ശാശ്വതമായ സത്യം മരണമാണെന്നും സുഖകരമായ മരണം നല്ല കർമ്മങ്ങൾ, നമ്മൾ ഒരുപാട് ദാനങ്ങൾ ചെയ്യുമായിരുന്നു, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള ഞാൻ വളരെ ചുരുക്കങ്ങൾ, ചിലർ കിടക്കണില്ലേ വർഷങ്ങളോളം ചവിട്ടി, എത്ര പായ് കീറും സ്വാമി എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്. അമ്മ മരിക്കാതെ കിടക്കുവാണ് സ്വാമി, ദുഷ്ട സ്ത്രീയായിരുന്നു സ്വാമി. ഈ അടുത്ത കാലത്തൊരു മരുമകൾ വന്ന് എന്നോട് പറയുകയാണ്, എനിക്കവരെ നോക്കാൻ പറ്റില്ല സ്വാമി, അത്ര എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ദ്രോഹിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നോക്കിക്കോളൂ. ഈ ഭർത്താവിൻ്റെ അമ്മ എങ്ങനെയാവുമെന്ന് ചോദിക്കണവരുണ്ട്. മനസ്സൊന്നും ഉണ്ടായിട്ടില്ല, വലിയ വർത്താനം പറയും. എന്നിട്ട്
വയസ്സായ ആൾക്കാരല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ കോവിലിൽ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് കുറേ കുറിയിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ വയസ്സായവരെ കുറിച്ച് മോശമായിട്ട് പെരുമാറിയെങ്കിലും അവരെ സംരക്ഷിക്കേണ്ട ചുമതല മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്ക് 100% ദുരിതമാണ്. എത്ര ദുഷ്ടന്മാരോ ആയിക്കോട്ടെ, അവരുടെ മാനസികമായിട്ടുള്ള അപ്പോഴത്തെ തലം വെച്ച് നമ്മളോട് മോശമായിട്ടൊക്കെ പെരുമാറിയാലും അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത മക്കൾക്ക്, മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കളുടെ വാർദ്ധക്യ കാലത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ടത് കൊടുക്കുകയാണെങ്കിലും അവരെ അമ്മ എന്ന് വിളിക്കും. ഇതൊക്കെ ഒരുപാട് പേരുണ്ട്. എൻ്റെ മുമ്പിലുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാടാണ്. കുറേ സ്വർണ്ണ വളയും വിട്ട് കുറേ അമ്പലത്തിൽ ഗുരുവായൂരൊക്കെ പോയി തൊഴുത് നടന്നിട്ട് സ്വാമി ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട്, സ്വന്തം പെറ്റ തള്ളയെ നോക്കാതെ ഇറങ്ങിപ്പോയി ഇതൊക്കെ ചെയ്തിട്ട് വന്നാലൊന്നും ദൈവത്തിൻ്റെ മോക്ഷപ്രാപ്തി കിട്ടില്ല. കിടക്കും അവിടെ ഒരു ദിവസം. കാലിലൊക്കെ ചെറിയ വേദനയുണ്ട് സ്വാമി, പിന്നെ നട്ടലിനൊരു വേദന വരും, പിന്നെ തലയ്ക്കൊരു ഭാരം വരും, പിന്നെ എഴുന്നേറ്റ് പറ്റാൻ പാത്ത ഒറ്റ കിടപ്പ് കിടക്കും. ആ കിടപ്പ് ആ അമ്മൂമ്മ തിരിച്ചു നോക്കാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് ഇങ്ങോട്ട് കയറിയിട്ട് ബാക്കി ദുരിതവും കൂടെ അങ്ങനെ അനുഭവിക്കും. രാത്രിയാകുമ്പോൾ അമ്മ വന്ന് അവിടെ ഇരിക്കുകയാണ് സ്വാമി, ആ കട്ടിലിൻ്റെ അവിടെ വന്ന് ഇരിക്കുകയാണ് സ്വാമി, എന്ത് ചെയ്യും എന്ന് പറയുന്നവരുണ്ട്. എനിക്കറിയാവുന്നൊരു വലിയ സത്യമുള്ളുണ്ട്. ഞാനൊരു ദിവസം ഒരാൾ ഞാൻ എവിടെയാണെന്ന് പറയുന്നില്ല, അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ഡോക്ടർ ആൻറ്റിയാണ്. അവർ അധികം ആരോടും സംസാരിക്കില്ല. ഞാനൊരു ദിവസം കാർ വിട്ടിറങ്ങുമ്പോൾ പുറത്തോട്ടിറങ്ങണം. അപ്പോൾ ഞാൻ അവരെ കയറ്റി പള്ളിയിൽ കൊണ്ടിറക്കി. അവർ ഒരു യാത്ര പോലും പറയാതെ പോയി. നമുക്ക് ദുഃഖമില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം അവർ പറഞ്ഞു സ്വാമി അവരൊന്ന് അന്വേഷിച്ചു. ഞാനവിടെ ചെല്ലുമ്പം ഈ സുന്ദരിയായ സ്ത്രീയെ കാണുന്നത് ഒരു കട്ടിലിൽ എല്ലാം തോലുമായിട്ട് കിടക്കുന്നതാണ്. അവിടെ കുറേ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, രാത്രി ഈ ഡോക്ടർ കാല് ഇങ്ങനെ ഇട്ട് തട്ടുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ 9 മണിയാകുമ്പം ഇവർ കാല് കൊണ്ട് ഒരു പേര് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടും, ഇത് മുറുക്കി അവിടെ കെട്ടും, ഞങ്ങൾ പിടിച്ചവിടെ കെട്ടിവെക്കും. എന്താണ്? അവരാൽ മരണപ്പെട്ട ഒരു വ്യക്തി രാത്രിയാകുമ്പോൾ അവിടെ വന്നിരിക്കും. ദാഹിച്ച വെള്ളം പോലും ഈ ഡോക്ടർ കൊടുത്തിട്ടില്ല, നോക്കിയിട്ടില്ല, പീഡിപ്പിച്ചു. അയാൾ വിശന്ന് പട്ടിണി കിടന്ന് മരിച്ചു. അയാൾ കൊണ്ടുപോകാൻ വന്ന് കിടക്കുകയാണ്. അവസാനം ധാരണപ്പെട്ട് ഈ ഡോക്ടറെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി മരണശേഷം ഈ മരിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ കർമ്മഫലങ്ങൾ പിന്തുടരുന്നു. തിരുവാനന്ദ സാർ എഴുതിയിട്ടുണ്ട്, കയ്പും മധുരവും പടരുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പരിണിത ഫലങ്ങളുണ്ടാവും. അതുകൊണ്ട് മാതാപിതാക്കളെ നോക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്കൊക്കെ ഉണ്ടാകും ഇല്ലേ? നമ്മളത് നോക്കണം. അവർ തെറ്റുകളൊക്കെ ചെയ്യും, നമ്മളെ ചീത്ത പറയും, നമ്മളെ സ്വത്തുക്കൾ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, ഒരാൾക്ക് കൂടുതൽ സ്വത്ത് കൊടുക്കും, ഇതൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ അനുഭവയോഗം, നമ്മളായിട്ടുണ്ടാക്കിയതല്ലല്ലോ. അവരുണ്ടാക്കിയ സ്വത്ത് മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന സ്വത്ത് മക്കൾക്ക് വീതം വെച്ച് കൊടുക്കും. അതിൽ ഇത്തിരി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. സ്നേഹം കൂടിയവരൊക്കെ ഇരിക്കും. അമ്മ എന്ന് വിളിച്ച് അച്ഛാന്ന് വിളിച്ചൊക്കെ ലാളിക്കുന്നവർക്കൊക്കെ കൂടുതൽ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നവരെയൊക്കെ നമ്മൾ അവരോട് വൈരാഗ്യം കാണിക്കാനൊക്കെ നിന്നാൽ അതിനകത്തുള്ള പരിണിത ഫലങ്ങൾ നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിതൊക്കെ ചെയ്താൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ വളരെ തിരിച്ചറിയുന്ന വളരെ നല്ലതാണ്. എപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത്? അതുകൊണ്ട് നാളെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അല്ലേ? എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഇന്ന് നിൻ്റേതുള്ളതെല്ലാം നിൻ്റേതാണെന്ന് വിചാരിക്കുന്നതൊക്കെ തന്നെ ഇത് മറ്റാരുടേതോ ആയിരുന്നു. നിനക്കറിഞ്ഞൂടാ, നിൻ്റെ പിതാമഹന്മാർ, നിനക്ക് അച്ഛനെ അറിയാം, അപ്പൂപ്പനെ അറിയാം, അതിൻ്റെ അപ്പുറത്ത് അറിഞ്ഞൂടാ അല്ലേ? അപ്പൂപ്പൻ്റെ പേര് വെച്ചാൽ അറിയോ? അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ പേര് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അപ്പം മറ്റാരുടേതോ ആയിരുന്നു. ഇത് അവരിലൂടെ നിന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് നാളെ നിന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകും. എത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനൊരു സത്യം നമ്മുടേതായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എന്ന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് ഒന്നമല്ല, ഇതൊന്നും നമ്മുടേതല്ല, ഇതൊന്നും എൻ്റേതല്ല, ഞാനൊന്നൊന്നില്ല എന്നൊക്കെ നമ്മളങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇതൊക്കെ എൻ്റേതാണ്, ഞാനാണെല്ലാം, ഞാൻ ഇന്നയാളാണ്, ഞാൻ കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരനാണ്, ഞാനാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കാനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിച്ചാൽ അങ്ങോട്ട് പോകുമ്പം ഒരു തട്ട് കിട്ടിയാൽ തീരും. ഒന്ന് മുട്ടിയാൽ കിടന്നു പോകും. ശ്വാസം മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ജീവിതമുണ്ടെന്ന് വിചാരിച്ചാൽ മഹാഭാഗ്യം. അത് നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. ഹൃദയം ചലിക്കുന്നത്, ശ്വസിക്കുന്നത്, ചലിക്കുന്നത്, ഈ തലച്ചോറ് 1250 ഗ്രാമുള്ള തലച്ചോറ്, ഇതെല്ലാം മറ്റൊന്നാണ്. ഇതെല്ലാം
മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന, പ്രപഞ്ചത്തിലെ മറ്റൊരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടാനുള്ളൊരു ബോധം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനോടും പക തോന്നില്ല, ഒരാളെയും വഞ്ചിക്കാനും ചതിക്കാനും തോന്നില്ല. നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കാതിരുന്നാൽ ഇതൊന്നും നമ്മുടേതല്ല, മറ്റാരിലൂടെ നമ്മുടെ പ്രപഞ്ചത്തിലൂടെ നദി ഒഴുകുന്ന കണ്ടിട്ടില്ലേ? നദി ഇങ്ങനെ ഒഴുകി വന്ന് പാറയിൽ തട്ടി ഒഴുകി എവിടൊക്കെയാണോ തട്ടിത്തുടരുന്നത് ഊഷ്മാവായിട്ട് നീരാവിയായി വീണ്ടും കടലിൽ പതിച്ച് നീരാവിയായി തിരമാലകളായി. അതുപോലെ ജീവിതം അങ്ങനെയാണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നതും പ്രായമുള്ളവരെ സ്നേഹിക്കാനും അവരോടൊപ്പം പങ്കിടാനും അവരെയൊക്കെ ഒന്നുവന്ന് കാണാനും അല്ലേ? അച്ഛനമ്മമാരെ കാണുമ്പോൾ മാതാപിതാക്കൾ വയസ്സായവർ വിളിക്കും, മക്കളെ ഒന്ന് വരണം കാണണമെന്ന് പറഞ്ഞാൽ സമയമില്ല എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ നമുക്കും അത് തോന്നും. ചില കാര്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ളവരെ കാണാൻ പറ്റാത്ത സമയം വരും. അതുകൊണ്ട് വാർദ്ധക്യമെന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. ആ വാർദ്ധക്യാവസ്ഥയിലുള്ളവരെ നമ്മൾ തിരിച്ചറിയുകയും നമ്മളെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടുകയും നമ്മുടെ വാത്സല്യത്തോട് ചേർത്ത് പിടിക്കുകയും നമ്മളെ വളർത്തിയെടുക്കുകയും നമ്മുടെ എല്ലുകൾക്ക് ബലം തരികയും നമ്മുടെ സുന്ദരമായൊരു ശരീരം ഉണ്ടാക്കി തരാൻ കഷ്ടപ്പെടുകയും ചെയ്തവരുടെ അധ്വാനത്തിൻ്റെ ബാക്കിയുള്ളവർ അവശതയോടുകൂടി ഒന്ന് കിടക്കുമ്പോൾ നമ്മൾ അവരെ പരിരക്ഷിക്കേണ്ടത്, അവരെ സ്നേഹിക്കേണ്ടത്, അവർക്ക് നമ്മൾ പണമൊന്നും കൊടുക്കണ്ട, പക്ഷേ ഒന്ന് സ്നേഹത്തോടെ അവരുടെ നെറ്റിയിലൊന്ന് ചുംബിക്കുന്നത്, അവരെ അച്ഛാ എന്ന് വിളിക്കുന്നത്, അമ്മ എന്ന് വിളിക്കുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നക്ഷത്രത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ ഞാൻ രോഹിണി മകേരം നക്ഷത്രമാണ്. മകേരം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മകേരം നക്ഷത്രത്തിന് നല്ല കാലഘട്ടമാണ്. പക്ഷേ സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖത്തിനുള്ള കാരണം ഉണ്ടാകും. മകേരം നക്ഷത്രക്കാർക്ക് സന്താന ദുരിതം അനുഭവിക്കേണ്ട സമയമുണ്ട്. ഉത്തമമായ മക്കൾ, പിന്നെ ചില മക്കൾ പെൺകുട്ടികളാണെങ്കിൽ ഉപദേശിക്കാൻ വരും മകേര നക്ഷത്രക്കാർ. ഇനി മകേര നക്ഷത്രത്തിലുള്ള പെൺകുട്ടികളാണെങ്കിൽ പോലും ഉപദേശങ്ങൾ കുറേ കൂടും, പക്ഷേ ആരുടെ ഉപദേശം കൊണ്ട് സ്വീകരിക്കത്തില്ല. മകേര നക്ഷത്രം ആൺകുട്ടികളാണെങ്കിലെ സംബന്ധിച്ചിടത്തോളം വിവരചിന്തകൾ, എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പഠിപ്പത്തിനോട് മടുപ്പ് തോന്നും, എന്നിട്ട് വേറെ വല്ലതും പഠിക്കാൻ തോന്നും. പ്രണയം നശിക്കുന്ന കാലം, പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരു കാലമാണ് ഈ മകേര നക്ഷത്രത്തിന്. ഒരുപാട് ചിന്തകൾ കാട് കയറുന്ന കാലം വരാൻ പോകുന്ന 30 ദിവസത്തേക്കാണ്. വാഹനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പേശികൾക്ക് നാശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പേശികൾക്ക് നാശം സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോട്ടീൻ പൗഡർക്ക് ഉപയോഗിക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ അത് നാശം സംഭവിക്കുന്ന കാര്യമാണ്. കരാട്ട പഠിക്കുന്നവരും യോഗ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത്ര ദുർബലമായിട്ടുള്ളൊരു പൂർവ്വജന്മം കടന്നു പോകുന്നൊരു സമയമാണ്. പൂർവ്വജന്മത്തിലെ ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ സുഹൃത്തുക്കളായി കയറി സാമ്പത്തിക നഷ്ടവും സ്വർണ്ണ നഷ്ടവും ഉണ്ടാക്കാൻ, സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടമുണ്ട്. നാൽക്കാലികളിൽ നിന്നുള്ള രോഗം ഉണ്ടാവില്ല, നാൽക്കാലികളിൽ നിന്നുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നാൽക്കാലികൾ കാരണം ചില വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങളല്ല, ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാൽക്കാലികളിൽ നിന്ന് മറ്റ് ദോഷങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നാൽക്കാലി ഒരാളോട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലെ പട്ടിയുണ്ടോ? ഇല്ല, എൻ്റെ വീട്ടിൽ ഒരു പട്ടി കിടപ്പുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകും, എനിക്ക് വേണ്ട. ആ വില കൂടിയ പട്ടിയെ നമ്മൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്താൽ ആ പട്ടി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി അവർക്ക് ശത്രുക്കളുണ്ടാവും. അതുകൊണ്ട് നാൽക്കാലികളെ കൊടുക്കുന്നത് സൂക്ഷിക്കണം, പക്ഷികളെ കൊടുക്കുന്നത് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, മനുഷ്യരല്ലാത്തവരുമായിട്ടുള്ള സൗഹൃദങ്ങൾക്ക് നല്ല കാലമല്ല 10-30 ദിവസത്തേക്കുള്ളത്. ആരോഗ്യകരമായി ഇത്തിരി മോശാവസ്ഥയുണ്ട് മകേര നക്ഷത്രക്കാർക്ക്. ഇത്തിരി മോശാവസ്ഥ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രോഗം പിടിപെടുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണിനും പല്ലിനും ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ട് എന്തെങ്കിലും വേദന ഉണ്ടോ, കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പ്രമേഹത്ത് ഉള്ളവരുമാണെങ്കിലും ഈ മകേരം നക്ഷത്രത്തിലുള്ള പ്രമേയം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ ഗുണകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ദോഷകരമായിട്ടുള്ള പൂർവ്വജന്മ ദോഷത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ശനീശ്വര ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അയ്യപ്പന് വേണ്ടവിധ പരിഹാരങ്ങൾ ചെയ്യുക. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പറയുകയാണത്. പക്ഷേ നിങ്ങൾ അയ്യപ്പ ക്ഷേത്രമായിട്ട് ഒരു ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയി ഒന്ന് മാലയിട്ട് പോകാൻ പറ്റുകയല്ലോ. ഇനി സ്ത്രീകളാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾ എള്ള അർച്ചന ഒക്കെ നടത്തുകയും അഗ്നി കത്തിക്കുകയൊക്കെ ചെയ്താൽ ആ ദോഷങ്ങൾ, ഈ 30 ദിവസത്തേക്കുള്ള ദോഷങ്ങൾക്ക് മാറ്റം വരും. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വിളക്ക് കത്തിക്കുമ്പം അഗ്നിയായിട്ടൊന്ന് സൂക്ഷിക്കണം. വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ വസ്ത്രങ്ങളാൽ ദോഷം എന്ന് പറഞ്ഞാൽ
വസ്ത്രങ്ങളാൽ ദോഷമുണ്ടാകുന്നതിന് എന്താണ്? പൂർവ്വജന്മത്തിൽ വസ്ത്രങ്ങൾ, ഒരു വസ്ത്രം, ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഒരാൾക്ക് ഞാൻ ഇപ്പോൾ എന്താ ഞാൻ ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്ന വസ്തു എനിക്ക് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുകയാണ്, അത് ഞാനിത് എടുത്തോട്ടെ, എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചതിൻ്റെ ഒരു ദോഷം വരും. അതുകൊണ്ടൊരു വസ്ത്രനഷ്ടം പോലുള്ള ഒരു നഷ്ടത്തിൻ്റെ ഒരു കാലഘട്ടം 30 ദിവസത്തിലുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കിടന്ന് എഴുന്നേൽക്കുമ്പോൾ വലതുവശത്തോട്ട് എഴുന്നേക്കാൻ ശ്രമിക്കണം. കട്ടിലിൽ നനഞ്ഞ തുണികൾ ഇടാതിരിക്കുക. നനഞ്ഞ പാദത്തോട് കിടക്കയിൽ കിടക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ ഈ 30 ദിവസം മകീര നക്ഷത്രത്തിൽ കടന്നു കയറാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.